എങ്ങനെയുണ്ട് വെള്ളം? സംഭവം അടിപൊളിയായിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്. ഓക്കെ. ഇത് പിന്നെ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ വർക്ക് ഏൽപ്പിച്ചത് തന്നെ. ഞാൻ പല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പല ആൾക്കാരെ ഞാൻ നോക്കി പല വർക്കുകൾ ഞാൻ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് ഇവരെ കോണ്ടാക്ട് ചെയ്തതും ഇവരായിട്ട് സംസാരിച്ചതും. അവർ വന്ന് എനിക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി ക്ലാരിഫൈ തന്നു കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഇവരെ വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പൊ അവരുടെ വർക്ക് ഞാൻ തൃപ്തനാണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കളമശ്ശേരിയിലാണ് കേട്ടോ. വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത് ശരിക്കും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് വരും, അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് വരും നമ്മുടെ ഈ ഒരു സൈറ്റ്. ഇവിടുത്തെ വെസൽ ഫിൽട്രേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ 2 വെസലാണ് നമ്മളിവിടെ വെക്കുന്നത്. വെള്ളത്തിന്റെ ക്വാളിറ്റി എല്ലാം കസ്റ്റമർ ലാബിൽ അയച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെസൽ വെക്കുന്നത്. അപ്പൊ 2 വെസലാണ് നമ്മൾ ഇവിടത്തേക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരു അയൺ റിമൂവറും ഒരു മൾട്ടിമീഡിയയും. വെല്ല് ഇവിടെ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ വെല്ലാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റി തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് ഇറങ്ങി വരുന്ന ലൈനിൽ നമ്മൾ കൊടുത്തിട്ട് 2 ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് ലൈൻ നേരെ അകത്തേക്കാണ് പോകുന്നത്. അകത്ത് ഇവരുടെ മെഷീനറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് പോയാണ് ലൂപ്പ് ആവുന്നത്. ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ ഞാൻ ആ സൈറ്റിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട് ഇതാണ്. ഇതൊരു വീടാണ് ആക്ച്വലി. ഈ വീട് ആദ്യം ഇവിടെ താമസം ഉണ്ടായിരുന്നു, ഇപ്പൊ താമസമൊക്കെ ഒഴിപ്പിച്ചിട്ട് ഒരു വ്യവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പൊ ഇത് നേരിട്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്നത് ഈ വഴിയാണ്. നേരെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ്. ഇത് ശരിക്കും പൈപ്പ് ലൈൻ റോഡാണത്. അപ്പൊ അത് ഞാൻ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. വായോ. നമ്മളുടെ ഈ ഒരു 2 വീലർ ഇരിക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു സൈഡിലാണ് നമുക്ക് നമ്മളുടെ വെസൽ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. 2 വെസലാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ആദ്യം നമ്മളുടെ ഒരു അയൺ റിമൂവറും പിന്നെ ഒരു മൾട്ടിമീഡിയം. അപ്പൊ ഇവിടെ ഓൾറെഡി ഇവിടെ നമ്മൾ ലൈൻ വലിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡിസ്ചാർജ് ലൈൻ അത് ഇവിടെ ഓൾറെഡി വലിച്ചിട്ടിട്ടുണ്ട്. നേരിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുത്തിട്ട് ഇതിന്റെ പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റ് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ ലൂപ്പ് ചെയ്യണം നമുക്ക്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. പിന്നെ ഞാൻ നമ്മുടെ വെല്ല് കാണിച്ചു തരാം കേട്ടോ. കിണർ ഇതാണ് നമ്മുടെ സോഴ്സ്. നമുക്ക് നിലവിൽ കാണുമ്പോൾ നല്ല തെളിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയണിന്റെ സാന്നിധ്യമൊക്കെ അതിനകത്ത് കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിൽട്രേഷൻ സജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒട്ടും സമയങ്ങളാണ് നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നേരെ വർക്കിലേക്ക് ബൈ.
കൂട്ടുകാരെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടോ. 2 വെസൽ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മീഡിയ എല്ലാം ഫില്ല് ചെയ്ത് ഫാബ്രിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാവുന്നതാണ് അടുത്ത പ്രൊസീജിയർ. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. അതിനുശേഷം നിങ്ങളെ ഞാൻ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വാഷ്. ബാക്ക് വാഷ് 2 വെസലിന്റെയും കൂടി നമ്മൾ ഒറ്റ ഇതായിട്ട് ലൂപ്പ് ചെയ്തിട്ടാണ് ഒട്ടിട്ടേക്കണത്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടോ. 2 വെസലിന്റെയും ബാക്ക് വാഷ് കഴിഞ്ഞു. ഇത്ര നേരം ബാക്ക് വാഷ് ആയിരുന്നു. ബാക്ക് വാഷ് കഴിഞ്ഞ് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രഷറും കാര്യങ്ങളൊക്കെ എക്സലിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. വഴി അകത്തോട്ട് പോകണ ലൈൻ്റെ അകത്ത് എങ്ങനെ ലൂപ്പിൽ നടന്നേക്കണത് ഒക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ മൾട്ടിമീഡിയ ആണ്, അതുപോലെ തന്നെ അയൺ റിമൂവർ ആണ്. അയൺ റിമൂവർ വെസൽ ഫിൽട്രേഷനും അതുപോലെ തന്നെ മൾട്ടിമീഡിയ 2 ടൈപ്പ് ഫിൽട്രേഷൻ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോ നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയി നമ്മൾ തുടർന്ന് ഇറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മുടെ കസ്റ്റമർ കൂടി ഉണ്ട്, നമ്മുടെ ഹക്കിമിക്ക. അതേപോലെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട വർക്ക് കാര്യങ്ങളൊക്കെ അതേപോലെ ചോദിച്ചു നോക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒന്ന് സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം. സാമ്പിൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. സാമ്പിൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെസലിന്റെ ഔട്ട്പുട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് ശരിക്കും കളമശ്ശേരിയിലാണ്. കളമശ്ശേരി നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു സൈറ്റ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഹക്കിമിക്കിനോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് അതിന്റെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ കസ്റ്റമർ കൂടി ഉണ്ട്, ഹക്കിമിക്കാണ്. നമസ്കാരം. നമ്മുടെ വർക്ക് കഴിഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. സുഹൃത്തുക്കളെ വേറെ കാര്യം പറയാനുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം നമ്മുടെ വർക്ക് കണ്ടിട്ടാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം നമ്മുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യം. എങ്ങനെയുണ്ട് വർക്ക്? അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഇട്ട് നോക്കിയിട്ട് 1-2 വാക്ക് നമ്മളെ പ്രേക്ഷകരോട് എന്താണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞോളൂ. എങ്ങനെയുണ്ട് വെള്ളം? സംഭവം അടിപൊളിയായിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്. ഓക്കെ. ഇത് പിന്നെ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ വർക്ക് ഏൽപ്പിച്ചത് തന്നെ. ഞാൻ പല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പല ആൾക്കാരെ ഞാൻ നോക്കി പല വർക്കുകൾ ഞാൻ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് ഇവരെ കോണ്ടാക്ട് ചെയ്തതും ഇവരായിട്ട് സംസാരിച്ചതും. അവർ വന്ന് എനിക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി ക്ലാരിഫൈ തന്നു കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഇവരെ വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പൊ അവരുടെ വർക്കിൽ ഞാൻ തൃപ്തനാണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഏകദേശം വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക്, നമ്മുടെ ഈ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ.